Hi children, welcome to LK Yellow Star Maths class. ഇന്ന് നമ്മൾ 10th Arithmetic Progressions Chapter 5 ആണ്. അതിൽ exercise 5.1 ആണ് കേട്ടോ. So exercise 5.1, in which of the following situations does a list of numbers involved make an arithmetic progression and why? അപ്പോൾ കുറേ സിറ്റുവേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് 4th വണ്ണാണ്. ആ സിറ്റുവേഷനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. അത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണോ എന്ന് നമുക്ക് നോക്കണം. സോ നമുക്ക് എന്താ സിറ്റുവേഷൻ നോക്കാം. ദ എമൗണ്ട് ഓഫ് മണി ഇൻ ദ അക്കൗണ്ട് എവറി ഇയർ വെൻ ₹10,000 ഈസ് ഡെപ്പോസിറ്റഡ് അറ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അറ്റ് 8% പെർ ആനം. സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ എത്ര ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്? 10,000 ആണ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 8% ആണ്. ഒരു വർഷം 8% വെച്ചാണ്. അപ്പോൾ അങ്ങനെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി നമ്മൾ എന്ത് ചെയ്യണം, ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് കണ്ടെത്തണം. സോ നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് നോക്കാം. ഓക്കെ, കണ്ടോ? അത് കണ്ടെത്താൻ ഇവിടെ ഒരു ഫോർമുല എഴുതി വെച്ചിട്ടുണ്ട്. എന്താണത്? എമൗണ്ട് A ഈക്വൽ ടു P ഇൻറ്റു 1 + R/100 ഹോൾ റൈസ് ടു N. ക്ലിയർ? സോ നമുക്ക് ചെയ്യാം അല്ലേ? അതെ, എമൗണ്ട് ഓഫ് മണി ആഫ്റ്റർ 1 ഇയർ, ഒരു വർഷം കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന എമൗണ്ട്. ഈ P എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള 10,000 റുപ്പീസിനെയാണ് P എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു വർഷം കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന എത്ര എമൗണ്ട് ആയിരിക്കും എന്നുള്ളത് നമ്മളിവിടെ ചെയ്യണം. ഏത് ഫോർമുലയാണ്? ഈ ഫോർമുല. ക്ലിയർ ആയല്ലോ? സോ A ഈക്വൽ ടു എമൗണ്ട് ഈക്വൽ ടു നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത P മീൻസ് എന്താണ്? നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ആണ് 10,000. ക്ലിയർ? ദെൻ 1 + R/100. സോ 1 + 8/100, 8% ആണ് ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അത് ഫസ്റ്റ് ഇയറിലെ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഹോൾ റൈസ് ടു 1. കണ്ടോ ഇവിടെ എന്താ കൊടുത്തത്? ഹോൾ റൈസ് ടു N. സോ ഇൻസ്റ്റെഡ് ഓഫ് N നമുക്ക് എന്ത് കൊടുക്കാം? 1 കൊടുക്കാം. ക്ലിയർ ആയല്ലോ? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 10,000 എടുത്ത് എഴുതി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 100 100, ഇത് രണ്ടും കൂടെ ക്രോസ് ചെയ്യുക. അപ്പോൾ 100 + 8/100 അല്ലേ? ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 108 കിട്ടും. അപ്പോൾ ഇവിടെ വെച്ച് ഞാനിതിങ്ങനെ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. കുഴപ്പമില്ല അങ്ങനെ ചെയ്താലും. സോ ഇവിടെ ഈ സീറോസ് കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി നമുക്ക് എന്താ ഉള്ളത്? 100 ഇൻറ്റു ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തു 108. ദെൻ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 10,800 റുപ്പീസാണ് ഒരു വർഷം കഴിയുമ്പോൾ പലിശയോടെ. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് രണ്ടാമത്തെ വർഷത്തെ നോക്കാം. എമൗണ്ട് ഓഫ് മണി ആഫ്റ്റർ 2 ഇയേഴ്സ്. കണ്ടോ, 2 വർഷം കഴിയുമ്പോൾ. അപ്പോൾ സെയിം ഫോർമുല തന്നെയാണ്. എന്ത് വരും? P ഇൻറ്റു 1 + R/100 റൈസ് ടു N. സോ ഇൻസ്റ്റെഡ് ഓഫ് P നമ്മുടെ എമൗണ്ട് അവിടെ കൊടുക്കുക, പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലേ? സോ 10,000 ഡെപ്പോസിറ്റ് ചെയ്ത് 10,000 കൊടുത്തു. ദെൻ ഇൻറ്റു 1 + 8/100 ഹോൾ റൈസ് ടു 2 എന്നാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്ത് കഴിഞ്ഞു. ഹോൾ റൈസ് ടു 1ൽ നമുക്ക് എത്രയാണ് കിട്ടിയത്? ഇത് രണ്ടും കൂടെ ക്രോസ് ചെയ്തപ്പോൾ 100 കിട്ടി. 100 + 8 108. അപ്പോൾ ഹോൾ റൈസ് ടു 2 എന്ന് കൊടുത്താലും നമുക്കത് 2 പ്രാവശ്യം എഴുതിയാൽ പോരെ, എളുപ്പത്തിൽ പണി കഴിയും. കണ്ടോ? സോ 10,000 ഇൻറ്റു 108/100 ഇൻറ്റു 108/100. ക്ലിയർ ആയല്ലോ? 108 എങ്ങനെ കിട്ടിയത്? ഇത് രണ്ടും കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 100 + 8 108. സോ 108/100 ഹോൾ റൈസ് ടു 2 എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം എഴുതുക. ക്ലിയർ ആയല്ലോ അല്ലേ? ഇവിടെയും ഈ സീറോ കട്ടായി, ഈ സീറോ കട്ടായി. ബാക്കി നമുക്കുള്ളത് എന്താ? 108 × 108. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു എമൗണ്ട് ആയിരിക്കും കിട്ടുക. സോ സെക്കൻഡ് ഇയറിലെയും അവിടെ വെച്ച് ക്ലോസ് ആയി. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് തേർഡ് ഇയറിലേക്ക് നോക്കാം. കണ്ടോ? എമൗണ്ട് ഓഫ് മണി ആഫ്റ്റർ 3 ഇയേഴ്സ്, 3 വർഷം കഴിഞ്ഞ് കിട്ടുന്ന എമൗണ്ട്. സെയിം പ്രോസസ്സ് തന്നെയാണ് അല്ലേ? P ഇൻറ്റു 1 + ആ ഇക്വേഷൻ തന്നെയാണ് R/100 റൈസ് ടു N. സോ ഇൻസ്റ്റെഡ് ഓഫ് P നമുക്ക് എന്ത് കൊടുക്കാം? നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ടുള്ള 10,000 ഇവിടെ കൊടുത്ത് ദെൻ ഇൻറ്റു 1 + 8/100 ഹോൾ റൈസ് ടു 3. 3 വർഷത്തെ ആട്ടോ അത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതി നോക്കിയേ? 10,000 ഇൻറ്റു ഇതുപോലെ തന്നെ ഇത് ചെയ്തെടുത്താൽ എത്രയാണ്? 108 ആണ്. സോ 108 എത്ര പ്രാവശ്യം എഴുതണം? 8/100 3 ടൈംസ് എഴുതുക. 108/100 108 അങ്ങനെ 3 ടൈംസ് എഴുതുക. ക്ലിയർ ആയില്ലേ? ഇവിടെ ഈ സീറോ 2 കണ്ടോ? ഈ സീറോയും കട്ടായി, ഇവിടുത്തെ സീറോസും കട്ടായി. സോ ബാക്കി എന്താ നമുക്കുള്ളത്? ഇവിടെ 1 ആണല്ലോ. അപ്പോൾ അത് വലിയ കൊടുക്കണ്ട അല്ലേ? ഇൻറ്റു ചെയ്താലും സെയിം ആൻസർ കിട്ടുള്ളൂ. സോ 108 × 108 × 108 ഇതെല്ലാം കൂടെ ഇൻറ്റു ചെയ്ത് ഇവിടെ ഒരു 100 ഉണ്ട് കേട്ടോ ഡിനോമിനേറ്ററിൽ. ആ 100 ഇവിടെ കൊടുക്കുക. ക്ലിയർ ആയല്ലോ? സോ ഇതെല്ലാം 3 പ്രാവശ്യം ഇത് ഇൻറ്റു ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട്, നമുക്ക് കിട്ടുന്നത് ഈ ഇത്രയുമായിരിക്കും കിട്ടുക. അതേ /100 അല്ലേ? ഇനി ഈ /100 എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വലിയ ആൻസറിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകണ്ട. എന്ത് ചെയ്താൽ മതി? 100ന് എത്ര സീറോസ് ഉണ്ട്? 2 സീറോസ്. സോ ഈ എൻഡിന്ന് 2 ഇങ്ങോട്ടേക്ക് മാറ്റുക. കണ്ടോ? 1 2. അത് കഴിഞ്ഞിട്ട് ഇവിടെ പോയിന്റ് ഇട്ട് കൊടുക്കുക. നോക്കിയേ, കണ്ടോ? 12,597.12.
ഇത് പൈസയായിട്ട് വരും അല്ലേ. അപ്പോൾ ഇത്രയും റുപ്പീസാണ്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ എന്താണ് A3. അപ്പോൾ നമുക്ക് എല്ലാത്തിനെയും എടുത്ത് എഴുതി വെക്കാം അല്ലേ. ആദ്യം കിട്ടിയത് എത്രയാണ്? 10,800 ആണ്. അതിന് A1 ആയിട്ട് എടുക്കാം. പിന്നെ കിട്ടിയത് ഈ എമൗണ്ടാണ്, അതിന് A2 ആയിട്ട് എടുക്കാം. തേർഡ് ഇയറിൽ കിട്ടിയ എമൗണ്ട് എത്രയാണ്? ഇത്രയുമാണ്. അപ്പോൾ നമുക്ക് അതിനെ എല്ലാത്തിനെയും കൂടെ എടുത്ത് എഴുതി വെക്കാം. കണ്ടോ, 10,800, 11,664, 12,597. അപ്പോൾ ഇത് ഫസ്റ്റ് ടേം ആയതുകൊണ്ട് അതിന് പേര് കൊടുത്തു A1, ഇത് സെക്കൻഡ് ടേം ആയതുകൊണ്ട് A2, ഇത് തേർഡ് ടേം ആയതുകൊണ്ട് A3. ക്ലിയർ ആയല്ലോ. ഇനി നമ്മളിത് എന്താണ് AP ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചത്. ക്ലിയർ ആയില്ലേ? ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലേ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് മേക്ക് ഇൻവോൾവ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണോന്ന്. സോ നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം? A2 മൈനസ് A1 ചെയ്യണം. അപ്പോൾ അത് ചെയ്യാൻ കണ്ടോ, A2 മൈനസ് A1 എന്ന് എഴുതി. A2 ആരാണ്? ഇതാണ്. ഇനി A1 ആരാണ്? 10,800. ഇതിൽ നിന്ന് ഇത് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത് 864. ക്ലിയർ? ദെൻ അഗെയിൻ ചെയ്യേണ്ടത് എന്താണ്? A3 മൈനസ് A2, അതായത് ഈ നമ്പറിൽ നിന്ന് ഈ നമ്പറിനെ റെഡ്യൂസ് ചെയ്യുക. കണ്ടോ, എഴുതി വെച്ചു. ഇതിനെ റെഡ്യൂസ് ചെയ്തു. ഇത് രണ്ടും കൂടി റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയെന്ന് നോക്കിയാൽ 933.12 ആണ്. സോ ഇത് രണ്ടും എന്താ? എൻറ്റയർലി ഡിഫറെൻ്റ് അല്ലേ, ഒരു മാച്ചും ഇല്ല. സോ നമ്മുടെ ആ ഒരു ഫിക്സഡ് നമ്പർ നമുക്കിവിടെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് ഒരുപോലെ വന്നാൽ മാത്രമേ ഇതെന്താവുള്ളൂ? ഒരു AP ആവുള്ളൂ. അതുകൊണ്ട് നമുക്ക് എഴുതാം അല്ലേ, A2 മൈനസ് A1 നോട്ട് ഈക്വൽ ടു A3 മൈനസ് A2. അപ്പോൾ ഇത് രണ്ടും എന്തല്ല? തുല്യമല്ല. സാധാരണ ഒരു AP ആണെങ്കിൽ നമ്മളിങ്ങനെ ഒരു ടേമിൽ നിന്ന് മറ്റൊരു ടേം റെഡ്യൂസ് ഇവിടെ നിന്ന് ഇങ്ങനെ റെഡ്യൂസ് ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങനെ റെഡ്യൂസ് ചെയ്ത് പോയാൽ സെയിം നമ്പർ ആയിരിക്കും. അങ്ങനെ വന്നാൽ മാത്രമേ ഇതിനെ AP എന്ന് പറയുള്ളൂ. സോ ഇവിടെ നോട്ട് ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് എഴുതാം, സോ ദ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഡസ് നോട്ട് ഫോം ആൻ AP. ക്ലിയർ ആയല്ലോ അല്ലേ. സോ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക കേട്ടോ. താങ്ക് യു.